നമസ്കാരം. ആദംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ സുവർണ. NIS+2 ഹിസ്റ്ററിയുടെ എക്സാം വരികയാണ്. അപ്പോൾ ചാപ്റ്ററുകൾ ഏതൊക്കെ കോമ്പിനേഷനുകളിൽ പഠിച്ചു കഴിഞ്ഞാൽ കുറച്ചും കൂടി സ്ട്രെസ് കുറച്ച് നിങ്ങൾക്ക് പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. അതുപോലെ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ട് വിട്ടുപോകരുതാത്ത ടോപ്പിക്സ് ഏതൊക്കെയാണ്, അപ്പോൾ ആ കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഹിസ്റ്ററിയുടെ ഒരു സിലബസ് ആണ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. പബ്ലിക് എക്സാമിനേഷനുള്ള പോർഷൻസ് മാത്രമാണ് ഈ കാണുന്നത്. അപ്പോൾ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് നിങ്ങൾ ഓപ്ഷണൽ എ കൂടി ചൂസ് ചെയ്തിട്ടുള്ളവരാണെങ്കിൽ അതായിരിക്കും കുറച്ചും കൂടി എളുപ്പം. കാരണം ഓപ്ഷണൽ എയും അതുപോലെ നമ്മുടെ പഠിക്കാനുള്ള ഹിസ്റ്ററിയുടെ ഫസ്റ്റ് പാർട്സും കൂടെ കമ്പയർ ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ ഏകദേശം സെയിം ടോപ്പിക്സ് ഒക്കെ തന്നെയാണ്. അപ്പോൾ എങ്ങനെ പഠിക്കാം എന്നുള്ള രീതിക്ക് നമുക്ക് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഉള്ള സിലബസ് അനുസരിച്ച് നോക്കുമ്പോൾ ചില ചാപ്റ്റേഴ്സ് നമുക്ക് പഠിക്കാനില്ല. പക്ഷേ ഹിസ്റ്ററി ആയതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഇങ്ങനെ ചില ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് അങ്ങനെ അവിടുന്ന് ഇവിടുന്ന് എടുത്ത് പഠിച്ചു കഴിഞ്ഞാൽ ഒരു കണക്ഷൻ കിട്ടത്തില്ല. നിങ്ങൾക്ക് കണക്ഷൻ കിട്ടാനുള്ള ഒരു ഐഡിയ എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഇപ്പം ലാസ്റ്റ് ഘട്ടത്തിൽ ഒരു റിവിഷൻ നടത്തുമ്പോൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആദ്യം ഹാരപ്പൻ സിവിലൈസേഷനും വേദിക്കേജും വായിച്ചിട്ട് ഏർലി സ്റ്റേറ്റ്സ് വായിക്കാം. അതിനുശേഷം നിങ്ങൾ പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സും ഗുപ്ത ആൻഡ് ദെയർ സക്സസേഴ്സും വായിക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് കുറച്ചും കൂടി മാർക്ക് സ്കോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ, ഒരു കണക്ഷൻ ആണ് ഉദ്ദേശിക്കുന്നതെങ്കിൽ നേരെ അടുത്ത മൊഡ്യൂളുകൾ 9, 10, 12, 14 ആ മൊഡ്യൂളുകൾ പഠിക്കാം. അതായത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ഡൽഹി സൽട്ടനേറ്റ്, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് മുഗൾ റൂൾ, അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്, കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ മെഡീവൽ ഇന്ത്യ വായിക്കാം. അല്ല സ്കോറിലാണ് നിങ്ങൾ കൂടുതൽ ഫോക്കസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ കുറച്ച് എളുപ്പമായിട്ടുള്ള ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് ഈ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ടിൽ 1857, സോഷ്യൽ ചേഞ്ചസ്, പോപ്പുലർ റെസിസ്റ്റൻസ് ടു കമ്പനി റൂള്, പിന്നെ അതുപോലെ നാഷണലിസം, നാഷണൽ മൂവ്മെൻറ്റ് ആൻഡ് ഇന്ത്യൻ ഡെമോക്രസി എന്നുള്ള ആ ചാപ്റ്റേഴ്സ് ഫിനിഷ് ചെയ്യുക. അതിനുശേഷം ഈ കൊളോണിയൽ സ്റ്റേറ്റ്സ് ഒന്ന് വായിക്കാം. അപ്പം നിങ്ങൾക്ക് നല്ലൊരു കണക്ഷൻ ആ ഒരു പോർഷൻ നമ്മൾ വായിക്കുന്ന ആ പോർഷനിൽ കിട്ടും. ഈ ഒരു പാർട്ട് ഇമ്പോർട്ടൻ്റ് അല്ല, നല്ല കുറച്ച് അതിനകത്ത് ടേംസും കാര്യങ്ങളും ഒക്കെ പഠിക്കുമ്പോൾ കുറച്ച് പാടാണ് സാധാരണ എല്ലാവരും പറയാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് സ്കോറാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ, എളുപ്പമുള്ള ഭാഗങ്ങളാണ് പ്രതീക്ഷിക്കുന്നതെങ്കിൽ അങ്ങനെ പഠിക്കാം. അതിനുശേഷം വേൾഡ് വാർ പഠിച്ചതിന് ശേഷം നിങ്ങൾക്ക് ആ ഭാഗത്തേക്ക് വരാം. അപ്പോൾ നമുക്കിനി ഓരോ ചാപ്റ്ററുകളിലും എന്തൊക്കെയാണ് പ്രധാനമായിട്ടും പഠിക്കാനുള്ളത് എന്ന് നോക്കാം. ഓരോരോ ചാപ്റ്ററുകളിലും പ്രധാനമായിട്ട് വിട്ടുപോകരുതാത്ത ഏരിയാസ് ടോപ്പിക്സ് ആണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സോ നമുക്ക് ആ ഒരു ഭാഗത്തേക്ക് പോകാം. ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന 3rd ചാപ്റ്ററിൽ നിങ്ങൾ എന്താണ് ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് പഠിക്കണം. അതായത് ഹരപ്പയിൽ നിന്നാണ് നമുക്ക് സിന്ധു നദീതട സംസ്കാരത്തിൻ്റെ ആദ്യത്തെ തെളിവുകൾ കിട്ടുന്നത്. അതുകൊണ്ട് അതിനെ ഹാരപ്പൻ സിവിലൈസേഷൻ എന്ന് വിളിച്ചതാണ് അല്ലേ. ഹാരപ്പൻ സിവിലൈസേഷൻ ഡിസ്കവർ ചെയ്ത് 1920, 22 ആ ഒരു ടൈമിലാണ്. അതുപോലെ തന്നെ നമ്മൾ ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഹാരപ്പൻ സിവിലൈസേഷൻ? നമ്മൾ ഇൻഡസ് നദിയാണ്, സിന്ധു നദിയാണ്. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ ഹാരപ്പൻ സിവിലൈസേഷൻ്റെ ഒറിജിൻ ആൻഡ് എക്സ്റ്റെൻറ്റ് ആ ഏരിയയിൽ നിന്ന് ഹാരപ്പൻ സിവിലൈസേഷന് 3 ഘട്ടങ്ങളായിട്ട് തിരിച്ചിട്ടുള്ള ആ ഒരു പഠനം കൂടി ഉണ്ടെന്ന് മനസ്സിലാക്കുക. അതായത് ഏർലി ഹാരപ്പൻ ഫേസ് ഒരു 3500 BC തൊട്ട് 2600 BC വരെയുള്ള ആ ഒരു കാലഘട്ടം. ഈ സമയത്തൊക്കെയാണ് ടൗൺ പ്ലാനിങ്, അതുപോലെ തന്നെ എലമെൻ്ററി ട്രേഡ്, ആർട്സ്, ക്രാഫ്റ്റ്സ് ഇതൊക്കെ ഡെവലപ്പ് ചെയ്ത് തുടങ്ങുന്ന ആ ഒരു ടൈമൊക്കെ. പിന്നെ അങ്ങോട്ട് മെച്യൂർ ഹാരപ്പൻ ഫേസ് വരുന്നു. അത് 2600 to 1900 BC ആ ഒരു സമയത്താണ്. ആ സമയത്ത് വെൽ ഡെവലപ്ഡ് ടൗണുകളും അതുപോലെ തന്നെ ചുട്ട ഇഷ്ടിക ഉപയോഗിക്കുന്നത് മെച്യൂർ ഹാരപ്പൻ സ്റ്റേജിലാണ്, ബേൺഡ് ബ്രിക്സ് ഉപയോഗിക്കുന്നത്. ദെൻ ലേറ്റ് ഹാരപ്പൻ ഫേസിലേക്ക് വരുമ്പോൾ 1900 BC തൊട്ട് 1400 BC വരെയുള്ള ആ ഒരു സമയം. അതാണ് പിന്നെ അങ്ങോട്ട് ഡിക്ലൈൻ സമയം എന്നൊക്കെ പറയുന്നത്, ഹാരപ്പൻ സിവിലൈസേഷൻ തകരുന്ന ആ ഒരു സമയം എന്നൊക്കെ പറയുന്നത്. അങ്ങനെ അത്യാവശ്യം പിന്നെ ഹാരപ്പൻ സൈറ്റുകളൊക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ ഹാരപ്പൻ സൈറ്റുകൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ ഹാരപ്പൻ ജനതയുടെ ആ ഒരു ടൗൺ പ്ലാനിങ് എങ്ങനെയൊക്കെയുള്ളതായിരുന്നു എന്നൊന്ന് മനസ്സിലാക്കണം. അതായത് ഹാരപ്പൻ ജനതയെ സംബന്ധിച്ച് അവർ സൈറ്റഡൽ, ലാർജ് സ്ട്രക്ചേഴ്സൊക്കെയുള്ള സൈറ്റഡലുകൾ,
അതുപോലെ തന്നെ ഈ സൈറ്റുകളെ കുറിച്ച് പറയുമ്പോഴത്തേക്കും അത് റിച്വൽ സെൻറ്ററുകളായിരുന്നു, അതുപോലെ അഡ്മിനിസ്ട്രേറ്റീവ് സെൻറ്ററുകളായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കുക. അതുപോലെ റെസിഡൻഷ്യൽ ബിൽഡിങ്സ് ഒക്കെ സാധാരണ മനുഷ്യൻ താമസിക്കുന്നതൊക്കെ ലോവർ ടൗണിലായിരുന്നു. അപ്പോൾ അങ്ങനെ രണ്ടായിട്ടൊക്കെ തിരിച്ചിട്ടുള്ളൊരു ടൗൺ പ്ലാനിങ് ആയിരുന്നു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സിംഗിൾ റൂം ഹൗസ് തൊട്ട് ബിഗ്ഗർ സ്ട്രക്ചർ വരെ ഉണ്ടായിരുന്നു ആൾക്കാർ താമസിക്കുന്നത്. പിന്നെ ഓരോ ഹൗസിനും കൃത്യമായിട്ടും സ്വകാര്യമായിട്ടുള്ള കിണറുകൾ, അടുക്കളകൾ, ബാത്തിങ് പ്ലാറ്റ്ഫോംസ് അതൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡ്രെയിനേജ് സിസ്റ്റമാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ഡ്രെയിനേജ് സിസ്റ്റം ഓഫ് ഹാരപ്പൻസ് വാസ് എലാബറേറ്റ് ആൻഡ് വെൽ ലെയ്ഡ് ഔട്ട്. എവറി ഹൗസ് ഹാഡ് ഡ്രെയിൻസ്, അതായത് ഓരോ വീട്ടിൽ നിന്നും മലിനജലം ഒഴുകി പോകുന്നതിനുള്ള സംവിധാനം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഡ്രെയിനേജ് സിസ്റ്റത്തെക്കുറിച്ച് നമ്മുടെ പുസ്തകത്തിൽ കാര്യമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ പിന്നെ പഠിക്കാൻ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ ഏതാണോ അതിനകത്ത് നിന്ന് ഡ്രെയിനേജ് സിസ്റ്റത്തെക്കുറിച്ചുമൊക്കെ നല്ല രീതിയിൽ ടൗൺ പ്ലാനിങ്ങിനെ കുറിച്ച് എഴുതുമ്പോൾ ഡ്രെയിനേജ് സിസ്റ്റത്തെക്കുറിച്ച് വേണം കേട്ടോ. പിന്നെ അവരുടെ എക്കണോമിക് ആക്ടിവിറ്റി പ്രധാനമായിട്ടും കൃഷിയും അതുപോലെ ഇൻഡസ്ട്രീസ്, ക്രാഫ്റ്റൊക്കെ ബേസ് ചെയ്തിട്ടായിരുന്നു. അപ്പോൾ അതൊന്ന് വായിച്ച് നോക്കണം. അത് കഴിഞ്ഞിട്ട് അവരുടെ ട്രേഡ് എങ്ങനെയായിരുന്നു, എല്ലാം കുറേശ്ശെ കാര്യങ്ങൾ ഒരു ജനറലായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടാക്കിക്കൊണ്ട് വേണം പോകാൻ. അതുപോലെ ഇവരുടെ മതവിശ്വാസങ്ങൾ പറയുമ്പോൾ മാതൃദൈവ ആരാധന തുടങ്ങി അങ്ങോട്ട് നമ്മൾക്ക് ഇതിനകത്ത് പിന്നെ ഫാലസ് വർഷിപ്പ്, ലിംഗ വർഷിപ്പ്, യോനി വർഷിപ്പൊക്കെ കാണാം. അപ്പോൾ ഇവരുടെ ആ ഒരു മതപരമായിട്ടുള്ള വിശ്വാസങ്ങളെക്കുറിച്ച് ഒന്ന് മനസ്സിലാക്കി വെക്കണം. അതുപോലെ അവരുടെ സ്ക്രിപ്റ്റ് ഇതുവരെ ഡെസ്ഫർ ചെയ്തിട്ടില്ല. നമുക്ക് അവരുടെ ഭാഷ എന്താണെന്ന് നമുക്ക് വായിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ, അവരുടെ ലിപിയെക്കുറിച്ച്, പിന്നെ എങ്ങനെയാണ് ഹാരപ്പൻ സിവിലൈസേഷൻ തകർന്നത്, 3 റീസൺസോളം പറയുന്നുണ്ട്. നാച്ചുറൽ കലാമിറ്റീസും ആര്യൻ ഇൻവേഷനും ഫ്ലഡും ഒക്കെ ഇവിടെ പറയുന്നുണ്ട്. അപ്പോൾ റീസൺസ് പഠിക്കുക. പിന്നെ ചാൽക്കോലിത്തിക് കമ്മ്യൂണിറ്റീസിനെ കുറിച്ച് ഹിസ്റ്ററി ഇൻഫർമേഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്, ഏതൊക്കെ ഏരിയയിലായിരുന്നു എന്നൊക്കെ. അപ്പോൾ അതും ഒന്ന് വായിച്ച് നോക്കണം. വേദിക് ഏജ് 1500 BC തൊട്ട് 600 BC വരെയുള്ള ഒരു കാലഘട്ടമാണ്. വേദിക് ടെക്സ്റ്റുകളായിട്ടുള്ള ഋഗ്വേദ, സാമവേദ, യജുർവേദ, അഥർവവേദ, ഈ വേദങ്ങളെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ വേദിക് ഏജിൻ്റെ കാര്യമൊക്കെ പറയുന്നത്. എന്താണ് വേദ എന്ന് പറഞ്ഞാൽ? വേദ എന്ന് പറയുന്നത് വിത്ത് എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. ടു നോ എന്ന് മീനിങ് ഉള്ള വിത്ത് എന്ന വാക്കിൽ നിന്നുണ്ടായതാണ്. അപ്പോൾ 4 വേദങ്ങളെ അടിസ്ഥാനമാക്കിക്കൊണ്ട് നമ്മൾ ഈ വേദിക് ഏജ് പറയുമ്പോൾ, അടിസ്ഥാനമാക്കി എന്ന് പറഞ്ഞാൽ ആര്യന്മാരുടെ കാലഘട്ടമാണ്. അപ്പോൾ ആ കാലഘട്ടത്തിലെ നിയമവ്യവസ്ഥ അല്ലെങ്കിൽ ആ കാലഘട്ടത്തിലെ രീതികൾ ഒക്കെ നമ്മൾ മനസ്സിലാക്കുന്ന ആ വേദങ്ങളിലെ എഴുതപ്പെട്ട ചില കാര്യങ്ങൾ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ എവിടെ നിന്നാണ് ഈ ആര്യൻസ് വന്നത്? സെൻട്രൽ ഏഷ്യയിൽ നിന്നാണെന്നൊക്കെ വിശ്വസിക്കുന്നു. അപ്പം ആര്യന്മാരുടെ വരവിനെക്കുറിച്ചും അതുപോലെ തന്നെ ഈ ഋഗ്വേദ കാലഘട്ടമാണ് ഏർലി വേദിക് എക്കണോമി എന്ന് പറയുന്നത്. അപ്പോൾ അല്ലെങ്കിൽ വേദകാലഘട്ടം എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ നിന്ന് പിന്നീട് അങ്ങോട്ട് പിൽക്കാല വേദകാലഘട്ടമായിട്ടുള്ള യജുർവേദം, സാമവേദം, അഥർവവേദം ആ ഒരു കാലഘട്ടത്തിലേക്ക് എത്തുന്നു. അതായത് ആ 3 വേദങ്ങളുണ്ടല്ലോ. ഋഗ്വേദം കഴിഞ്ഞു കഴിഞ്ഞാൽ ഏതൊക്കെയാണ്? യജുർവേദം, സാമവേദം, അഥർവവേദം. ഈ 3 വേദങ്ങളുണ്ടായി എന്ന് കരുതപ്പെടുന്ന ആ ഒരു കാലഘട്ടമാണ് ലേറ്റർ വേദിക് ഏജ് എന്ന് പറയുന്നത്. ഋഗ്വേദത്തിൻ്റെ കാലഘട്ടം കഴിഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ അതിനെ മൊത്തത്തിൽ നമ്മൾ ലേറ്റർ വേദിക് ഫേസ് എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഒരു കമ്പാരിസൺ തന്നെയാണ് ചെയ്യാറുള്ളത്. ഏർലി വേദിക് സൊസൈറ്റി എങ്ങനെയായിരുന്നു? പെട്രിയാർക്കലാണ്, മോണോഗമി ഉണ്ടായിരുന്നു, അതേസമയം തന്നെ പോളിഗമിയും പ്രാക്ടീസ് ചെയ്തിരുന്നു. അതുപോലെ തന്നെ ലാർജ് ഗ്രൂപ്പിംഗ് ഒക്കെ, ഫാമിലി എന്ന് പറയുന്നത് ഒരു ലാർജ് ഗ്രൂപ്പിങ്ങിൻ്റെ ഭാഗമായിരുന്നു, ക്ലാൻ എന്ന് പറയുന്നതിൻ്റെ. അതുപോലെ ഒരു ഇഗാലിറ്റേറിയൻ സൊസൈറ്റി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഋഗ്വേദത്തിൽ ആര്യവർണ്ണ, ദാസവർണ്ണയൊക്കെ കുറിച്ച് പറയുന്നുണ്ട്. അത്തരത്തിൽ ഏർലി വേദിക് സൊസൈറ്റി എങ്ങനെയായിരുന്നു, അവിടെ നിന്ന് പിന്നെ അങ്ങോട്ട് ലേറ്റർ വേദിക്കിലേക്ക് വന്നു കഴിഞ്ഞപ്പോൾ പിന്നെ എന്തൊക്കെ മാറ്റമാണ് ഉണ്ടായത്. അതിപ്പം അങ്ങനെ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചും ഒക്കെ പഠിക്കാം. കാരണം നമ്മുടെ
ഓപ്ഷണൽ ഏരിയയിലേക്ക് പോയി കഴിയുമ്പോഴത്തേക്കും അവിടെയും ഇതുപോലെ ഏർലി വേദിക്കിൻ്റെയും അതുപോലെ ലേറ്റർ വേദിക്കിൻ്റെയും ഒക്കെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ അത് കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും, അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ടെങ്കിൽ. അപ്പോൾ ലേറ്റർ വേദിക് ഏജിൽ വന്നപ്പോൾ സൊസൈറ്റി എങ്ങനെയാണ്, അതുപോലെ ഏർലി വേദിക് റിലീജിയൻ അവർ ഇന്ദ്ര, അഗ്നി, വരുണ, മിത്രാധ്യായുസ്, പുഷാന, യമ, സോമ തുടങ്ങിയ ദേവന്മാരെയും അതുപോലെ ഉഷസ്, സരസ്വതി, പൃഥ്വി അങ്ങനെ തുടങ്ങിയ ദേവതകളെയും ഒക്കെ ആരാധിച്ചിരുന്നു. പിന്നെ ദാന, അതുപോലെ ദക്ഷിണ, ഇങ്ങനെയുള്ള ആ ഒരു കോൺസെപ്റ്റുകളിലൊക്കെ വിശ്വസിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. അപ്പം അത്തരത്തിൽ ലേറ്റർ വേദിക് ഏജിലേക്ക് പിന്നെ എത്തുമ്പോൾ നമ്മൾ കാണുന്ന മാറ്റത്തെക്കുറിച്ചും അവിടെ ഡിസ്കസ് ചെയ്യേണ്ടതായിട്ട് വരും. അതായത് അവിടെ നിന്ന് മെയിൻ ഫങ്ഷൻ ഓഫ് ദ ഫയർ ഗോഡ് അഗ്നി, അതുപോലെ ഋഗ്വേദിക് പീപ്പിളിനെ സംബന്ധിച്ച് പുഷൻ എന്ന ദൈവം എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ്, അതുപോലെ തന്നെ എന്തുകൊണ്ടാണ് ഈ ട്രൈബൽ ചീഫ്സൊക്കെ യജ്ഞാസ് ഓർഗനൈസ് ചെയ്തത്, ഋഗ്വേദിക് ഗോഡായിട്ടുള്ള ഇന്ദ്രൻ്റെ മെയിൻ ഫീച്ചേഴ്സ് എന്തൊക്കെയാണ്, അത്തരത്തിൽ നിങ്ങൾ ഒരു ഉത്തരം കിട്ടുന്ന തരത്തിൽ അതൊന്ന് വായിച്ചെടുക്കണം. 6ാമത്തെ ചാപ്റ്റർ പോസ്റ്റ് മൗര്യൻ ഡെവലപ്മെൻറ്റ്സ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ഓഫ് നോർത്ത് ഇന്ത്യ, മൗര്യന്മാർക്ക് ശേഷമുള്ള ആ ഒരു കാര്യമൊക്കെയാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഇവിടെ ശുങ്കാസ്, അതുപോലെ ബാക്ട്രിയൻസ് ഓർ ദ ഇൻഡോ ഗ്രീക്സ്, ഷഗാസ്, പാർത്തിയൻസ്, അങ്ങനെ തുടങ്ങിയ കൊച്ചു കൊച്ചു കിങ്ഡങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മൗര്യൻ എംപയറിൻ്റെ ഡിസിൻറ്റഗ്രേഷന് ശേഷം കുറേ റീജിയണൽ കിങ്ഡംസ് നമ്മുടെ രാജ്യത്തിൻ്റെ പല ഭാഗത്തായിട്ട് ഉണ്ടായിട്ടുണ്ടെന്നും അതേ സമയം തന്നെ നമ്മൾ പല ഗ്രൂപ്പുകളുടെ ഇൻവേഷൻസ് വിറ്റ്നസ് ചെയ്തിട്ടുണ്ട്, അതായത് സെൻട്രൽ ഏഷ്യയിൽ നിന്നും വെസ്റ്റേൺ ചൈനയിൽ നിന്നും ഒക്കെ ആയിട്ട്. അവരൊക്കെ ഇൻഡോ ഗ്രീക്സും ഈ പറഞ്ഞ ശകന്മാരും പാർത്യൻസും പല്ലവാസും കുഷാനന്മാരും ഒക്കെ ആയിരുന്നു. അപ്പോൾ അവരെക്കുറിച്ച് ബേസിക്കായിട്ട് ഒരു ധാരണ ഉണ്ടാക്കണം. അവരുടെ ആ ഒരു കാലഘട്ടം ഏതൊക്കെയായിരുന്നു, അതുപോലെ തന്നെ ആരായിരുന്നു ഫൗണ്ടർ, അങ്ങനെ തുടങ്ങിയ കുറച്ച് ബേസിക് ഐഡിയാസ് നമുക്ക് വേണം. പിന്നെ ഇതിൽ ഒറീസ, അതുപോലെ ഡെക്കാൻ ഏരിയയിലെ ഏർലി സ്റ്റേറ്റ്സിനെ കുറിച്ച്, മൗര്യൻ എംപയറിൻ്റെ ഭാഗമായിരുന്ന ഡെക്കാൻ, ഒറീസ പ്രദേശമൊക്കെ പിന്നീട് മൗര്യൻ എംപയറിൻ്റെ ഡിക്ലൈന് ശേഷം കിങ്ഡംസ് ആയിട്ട് എമർജ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. പിന്നെ ശതവാഹനന്മാർ എന്ന് പറഞ്ഞാൽ ആരാണ്? ശതവാഹനാസ് ഇന്ത്യൻ പൊളിറ്റിക്കൽ സീനിൽ പ്രൊമിനൻ്റ് ആയിരുന്ന കിങ്ഡമാണ്. 1st സെഞ്ച്വറി BC ആ ഒരു മിഡിൽ ടൈമിൽ. ഗൗതമിപുത്ര ശതകർണി ആണ് ഈ ശതവാഹന റൂളേഴ്സിൽ ഏറ്റവും ഗ്രേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ കരുതുന്നത്. അങ്ങനെ തുടങ്ങി ശതവാഹന എംപയർ, അതിൻ്റെ പൊളിറ്റി, അഡ്മിനിസ്ട്രേഷനൊക്കെ ജസ്റ്റ് ഒന്ന് മനസ്സിലാക്കണം. അതുപോലെ തന്നെ നമ്മൾ പിന്നീട് പഠിക്കേണ്ടത് പോസ്റ്റ് മൗര്യൻ പീരീഡ് നോക്കുമ്പോൾ, ഒരു അനാലിസിസ് ചെയ്യുമ്പോൾ മൗര്യ കാലഘട്ടത്തിൽ നിന്നും വ്യത്യസ്തമായിട്ട് ഇന്റേണൽ ആൻഡ് എക്സ്റ്റേണൽ ട്രേഡ് റൂട്ടിന് എന്ത് സംഭവിച്ചു, വെസ്റ്റ് ആൻഡ് സെൻട്രൽ ഏഷ്യയുമായിട്ടുള്ള ട്രേഡിന് എന്ത് സംഭവിച്ചു, ക്രാഫ്റ്റ്സ് ഇൻഡസ്ട്രീസ് മേഖല, അതുപോലെ തന്നെ ഗിൽഡ്, ഇതിനൊക്കെ മൗര്യ കാലഘട്ടത്തിന് ശേഷം എന്ത് സംഭവിച്ചു, ആർട്സിനും ആർക്കിടെക്ചറിനും ഒക്കെ. അതിനകത്ത് തന്നെ സ്തൂപങ്ങളും അതുപോലെ റോക്കട്ട് ആർക്കിടെക്ചറും അതുപോലെ സ്കൂൾ ഓഫ് സ്കൾപ്ചറൽ ആർട്ട്. ഈ ഒരു ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിലേക്ക് നമ്മൾ എത്തുന്നത് ഈ സ്കൂൾ ഓഫ് സ്കൾപ്ചറൽ ആർട്ടിൻ്റെ കാര്യത്തിൽ വരുമ്പോഴാണ്. അതായത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ഏറ്റവും റിപ്പീറ്റ് ആണ് ഈ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടൊക്കെ. അപ്പോൾ ഇതിനകത്ത് തന്നെ സ്കൂൾ ഓഫ് ആർട്ടിനകത്ത് തന്നെ നമ്മൾ പഠിക്കാനുള്ളത് ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട്, മധുര സ്കൂൾ ഓഫ് ആർട്ട്, അമരാവതി സ്കൂൾ ഓഫ് ആർട്ട്, കുറേ തവണ റിപ്പീറ്റ് വന്നിട്ടുള്ള ചോദ്യമാണ്. അപ്പോൾ എന്താണ് ഈ മധുര സ്കൂൾ ഓഫ് ആർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മധുര ആർട്ടിസ്റ്റുകളൊക്കെ ലോക്കൽ റെഡ് സ്റ്റോൺ ഒക്കെയാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്.
അപ്പോൾ മധുര സ്കൂൾ ഓഫ് ആർട്ടിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് എന്താണെന്നുള്ള രീതിയിൽ ഒന്ന് ജസ്റ്റ് പഠിക്കണം. അതുപോലെ തന്നെ ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ട് എപ്പോഴും പരീക്ഷയ്ക്ക് ചോദിക്കുന്നതാണ്. ഗാന്ധാര റീജിയൻ വാസ് സിറ്റുവേറ്റഡ് ഇൻ ദി നോർത്ത് വെസ്റ്റേൺ പാർട്സ് ഓഫ് ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്. ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റിൻ്റെ നോർത്ത് വെസ്റ്റേൺ പാർട്ടിലാണ് ഈ ഗാന്ധാര റീജിയൻ ഉണ്ടായിരുന്നത്. ഈ ഒരു റീജിയനെ സംബന്ധിച്ച് ഗ്രീക്സ്, മൗര്യാസ്, ശുങ്കാസ്, ശകന്മാർ, കുഷാനന്മാർ ഒക്കെ ഒരുപാട് സെഞ്ചുറീസ് ഭരിച്ച ഒരു റീജിയനാണ്. ഈ ഒരു സ്കൂൾ ഓഫ് ആർട്ട് ഇവിടെ ഡെവലപ്പ് ചെയ്യുന്നത് ക്രിസ്ത്യൻ എറയുടെ ഏകദേശം ഒരു ബിഗിനിങ് സമയത്തൊക്കെയാണ്. ഈ ഒരു സ്കൂൾ ഓഫ് ആർട്ടിനെ ഗ്രീക്കോ റോമൻ, ഇൻഡോ ഗ്രീക്ക് ഓർ ഗ്രീക്കോ ബുദ്ധിസ്റ്റ് എന്നൊക്കെ വിളിക്കാറുണ്ട്. കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു സ്കൂൾ ഓഫ് ആർട്ടിന് റോമൻ, ഗ്രീക്ക്, ഇന്ത്യൻ ഇൻഫ്ലുവൻസ് ഒക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സമയത്തുണ്ടായ സ്കൾപ്ചേഴ്സിൻ്റെ ഒക്കെ ഒരു തീം എന്ന് പറയുന്നത് പ്രിഡോമിനൻ്റ്ലി ബുദ്ധിസ്റ്റ് ആയിരുന്നു. അവരുടെ സ്റ്റൈൽ ഗ്രീക്കും ആയിരുന്നു എന്ന് മനസ്സിലാക്കാം. ഗാന്ധാര സ്കൂൾ ഓഫ് ആർട്ടിൻ്റെ പേർട്ടൻസ് എന്നൊക്കെ പറയുന്നത് ശകന്മാരും കുഷാനന്മാരും ആയിരുന്നു. ഇവർ യൂസ് ചെയ്ത സ്റ്റോൺ എന്ന് പറയുന്നത് ബ്ലൂ ഗ്രേ സ്കിസ്റ്റാണ് ഇതിനു വേണ്ടി യൂസ് ചെയ്തത്. ബുദ്ധ അതുപോലെ ബോധിസത്വയുടെയൊക്കെ ഐഡൽസ് മേക്ക് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ്. ബ്ലൂ ഗ്രേ സ്കിസ്റ്റ് ആണ്. അപ്പോൾ ഓരോ സ്കൂൾ ഓഫ് ആർട്ടിനും ഇങ്ങനെ സ്റ്റോണിൻ്റെ കളറിലൊക്കെ വ്യത്യാസമുണ്ട്. അതുമൊക്കെ ഒന്ന് മനസ്സിലാക്കി ബാക്കി ഭാഗങ്ങളൊക്കെ നന്നായിട്ട് വായിക്കാം. അമരാവതി സ്കൂൾ ഓഫ് ആർട്ട് ഫ്ലറിഷ് ചെയ്തത് ആന്ധ്രാപ്രദേശ് ആ ഒരു റീജിയനിലാണ്. ദ റീജിയൻ ബിറ്റ്വീൻ ദ ലോവർ വാലീസ് ഓഫ് റിവേഴ്സ് കൃഷ്ണ ആൻഡ് ഗോദാവരി. അപ്പോൾ ഈ ഒരു സ്കൂൾ ഓഫ് ആർട്ടിൻ്റെ പ്രത്യേകതയും ഒന്ന് വായിച്ച് മനസ്സിലാക്കണം. ദെൻ സൗത്ത് ഇന്ത്യയിലെ ഏർലി ഹിസ്റ്ററി നോക്കുമ്പോൾ മെഗാലിത്തിക് കൾച്ചേഴ്സ് ഓഫ് സൗത്ത് ഇന്ത്യ, അതുപോലെ സംഗം ഏജ് വെരി ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്കാണ്. സംഗം ഏജ് എന്ന് പറയുന്നത്, സംഗം ലിറ്ററേച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്, അപ്പോൾ ഈ സംഗം ഏജ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്നൊക്കെ ഒന്ന് പഠിക്കണം ഇതിൽ നിന്ന്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. അടുത്തത് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ആൻഡ് എക്സ്പാൻഷൻ ഓഫ് ദ ഡൽഹി സൾട്ടനേറ്റ് ആണ്. ഈ ഒരു ചാപ്റ്ററിൽ അറബ് ഇൻവേഷൻ ഓഫ് ഇന്ത്യ അതൊരു ടോപ്പിക്കായിട്ട് പഠിക്കണം. അറബ് ഇൻവേഷൻ ഓഫ് ഇന്ത്യ ഏർലി 8th സെഞ്ച്വറിയിലാണ് അറബ്സ് ഇന്ത്യ ഇൻവേഡ് ചെയ്യുന്നത്. എവിടെ നിന്ന്? നോർത്ത് വെസ്റ്റ് റീജിയൻ ആ ഭാഗത്തു നിന്ന് തുടങ്ങി അങ്ങോട്ട് ഇൻവേഡ് ചെയ്ത് വരുമായിരുന്നു. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് തന്നെ നിങ്ങൾ ഇസ്ലാം മതത്തിൻ്റെ റൈസ്, സ്പ്രെഡ് അതിനെക്കുറിച്ച് മനസ്സിലാക്കണം. ആരായിരുന്നു മുഹമ്മദ് ഗസ്നി, മുഹമ്മദ് ഘോറിയുടെ ഇമ്പോർട്ടൻസ് എന്താണ്, അതുപോലെ തന്നെ ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടറൈൻ യുദ്ധങ്ങളെക്കുറിച്ച് പഠിക്കണം. ഫസ്റ്റ് ബാറ്റിൽ ഓഫ് ടറൈൻ നടന്നത് AD 1191 ആരൊക്കെ തമ്മിലായിരുന്നു ഈ ടറൈൻ യുദ്ധം നടന്നത്, അതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു. പിന്നെ സെക്കൻഡ് ബാറ്റിൽ ഓഫ് ടറൈൻ 1192 നടക്കുന്നു, അതിൻ്റെ റിസൾട്ട് എന്തൊക്കെയാണ്. അപ്പോൾ ടറൈൻ യുദ്ധങ്ങൾ, അതുപോലെ തന്നെ മംലൂക്ക് സുൽത്താൻസിനെ കുറിച്ച് പഠിക്കുന്ന ഭാഗത്ത് നമ്മൾ കുതുബ്ദീൻ ഐബക്കിനെ കുറിച്ച് പഠിക്കും. ഐബക്കിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഐബക്കിനെ സംബന്ധിച്ച് ഐബക്ക് ഒരുപാട് റിവോൾട്ട്സ് ഒക്കെ ഫേസ് ചെയ്ത ആളാണ് രജപുത്സിൻ്റെ അടുത്തു നിന്നും ഒക്കെ. കുതുബ്ദീൻ ഐബക്ക് എന്ന് പറയുന്നത് വളരെ ബ്രേവ് ആൻഡ് ഫെയ്ത്ത്ഫുൾ, ജനറസ് ഒക്കെ ആയിട്ടുള്ള ഒരു റൂളറായിരുന്നു. എന്നാൽ അദ്ദേഹം ഡയറക്റ്റ് ഒരു റൂളറായിരുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിനുത്തരവും നിങ്ങൾ വായിച്ച് കണ്ടുപിടിക്കണം, അല്ലേ? ഡയറക്റ്റ് ഒരു റൂളറായിരുന്നു. കുതുബ്ദീൻ ഐബക്ക് എന്ന് പറയുന്ന ഒരു ടർക്കിഷ് സ്ലേവ് ആയിരുന്നു. പിന്നെ അദ്ദേഹം മുഹമ്മദ് ഘോറിയുടെ ആർമിയിൽ ഹൈ റാങ്കിലേക്ക് വന്ന ആളാണ്. മുഹമ്മദ് ഘോറിയുടെ ഡെത്തിന് ശേഷം മുഹമ്മദ് ഘോറിയുടെ ഇന്ത്യൻ പൊസഷനായിട്ടുണ്ടായിരുന്ന ഭാഗങ്ങളുടെ കൺട്രോള് ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് പോവുമായിരുന്നു ചെയ്യുന്നത്, കുതുബ്ദീൻ ഐബക്കിൻ്റെ കയ്യിലേക്ക്. ശരിക്കും പറഞ്ഞാൽ ഫസ്റ്റ് ഇൻഡിപെൻഡൻറ്റ് മുസ്ലിം റൂളർ ഓഫ് നോർത്തേൺ ഇന്ത്യ എന്ന് പറയുന്നത്, ദ ഫൗണ്ടർ ഓഫ് ഡൽഹി സൾട്ടനേറ്റ് എന്ന് പറയുന്നത് കുതുബ്ദീൻ ഐബക്കാണ്. മംലൂക്ക് സുൽത്താൻസിൻ്റെ ഒരു കാലഘട്ടം തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് കുതുബ്ദീൻ ഐബക്കിനെ കൊണ്ടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു സ്ലേവ് ഡൈനാസ്റ്റി എന്ന് നമുക്ക് അതിനെ വിളിക്കാം. പിന്നെ അടുത്തത് ഇൽത്തുമിഷാണ്. AD 1210 മുതൽ 1236 വരെയുള്ള കാലഘട്ടം. കുതുബ്ദീൻ ഐബക്കിൻ്റെ മരണത്തിന് ശേഷം പല തർക്കങ്ങളും ഒക്കെ ഉണ്ടായതിനു ശേഷം അദ്ദേഹത്തിൻ്റെ സൺ ഇൻ ലോ ആയിട്ടുള്ള ഇൽത്തുമിഷാണ് അധികാരത്തിൽ വരുന്നത്.
അപ്പോൾ ഇൽത്തുമിഷിൻ്റെ ഭരണ കാലഘട്ടം എങ്ങനെയായിരുന്നു എന്ന് പഠിക്കണം. അതുപോലെ ആ ഒരു സമയത്താണ് ഇക്ത, അതുപോലെ തങ്ക, ജിത്തല് നാണയങ്ങളൊക്കെ വരുന്നതും ഒക്കെ. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ അഡ്മിനിസ്ട്രേറ്റീവ് ഇൻസ്റ്റിറ്റ്യൂഷനെ അദ്ദേഹം ഒന്ന് ഷേപ്പ് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഇക്താസ്, ആർമി, കറൻസി സിസ്റ്റം ഒക്കെ ഒന്ന് കൃത്യമാക്കി എടുത്തിട്ടുണ്ടായിരുന്നു. കോയിൻസ് ആയിട്ടുള്ള തങ്ക, ജിത്തല് ഒക്കെ വന്നത് ആ സമയത്താണ്. അപ്പം ആ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകത. പിന്നെ റസിയെക്കുറിച്ച് പഠിക്കണം. അതിനുശേഷം നമ്മൾ പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാണുന്നത് ബാൽബൻ്റെ കാലഘട്ടമാണ്. അപ്പോൾ ബാൽബൻ്റെ ഇമ്പോർട്ടൻസ് ഒക്കെ എന്തൊക്കെയാണ് എന്നൊന്ന് വായിച്ചതിന് ശേഷം ഖിൽജി ഡൈനാസ്റ്റിയിൽ ജലാലുദ്ദീൻ ഖിൽജി, അലാവുദ്ദീൻ ഖിൽജി ഇവരെക്കുറിച്ചൊക്കെ പഠിക്കണം. അലാവുദ്ദീൻ ഖിൽജിയുടെ പഠിക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മാർക്കറ്റ് റെഗുലേഷൻസ് എപ്പോഴും പരീക്ഷയ്ക്ക് റിപ്പീറ്റാണ്. അപ്പോൾ അലാവുദ്ദീൻ ഖിൽജിയുടെ മാർക്കറ്റ് റെഗുലേഷൻസ് പഠിക്കണം. എത്ര തരത്തിലുള്ള മാർക്കറ്റുകളൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത്. തുഗ്ലക്ക് പഠിക്കുന്ന സമയത്ത് ആരാണ് തുഗ്ലക്ക് ഡൈനാസ്റ്റി ഫൗണ്ട് ചെയ്തത്. അതുപോലെ തന്നെ നമ്മളിവിടെ മുഹമ്മദ് തുഗ്ലക്കിൻ്റെ പരിഷ്കാരങ്ങളെക്കുറിച്ചൊക്കെ പഠിക്കണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു ട്രാൻസ്ഫർ ഓഫ് ക്യാപിറ്റൽ, അതുപോലെ തന്നെ കറൻസിയുടെ കാര്യത്തിൽ ഒക്കെ ഉണ്ടായിരുന്ന ടോക്കൺ കറൻസി, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ, നയങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു ഭാഗമൊക്കെ നല്ല കാര്യമായിട്ട് തന്നെ വായിച്ചു പോകണം. പിന്നെ സയ്യിദ് ഡൈനാസ്റ്റി സ്ഥാപിച്ചത് ആരാണ്, സയ്യിദ് ഡൈനാസ്റ്റിയുടെ ഇമ്പോർട്ടൻസ്, അതുപോലെ തന്നെ സുൽത്താനകം ഫേസ് ചെയ്തിരുന്ന ചാലഞ്ചസ്, മംഗോൾസിൻ്റെ ആക്രമണം, അതുപോലെ ഇന്നർ കോൺഫ്ലിക്റ്റ് ഓഫ് നോബിലിറ്റി, പ്രഭുക്കന്മാരുടെ ഇടയിലുള്ള ഇന്നർ കോൺഫ്ലിക്റ്റ്, പിന്നെ കുറേ പ്രൊവിൻഷ്യൽ കിങ്ഡംസ് ഒക്കെ വന്നതും ഇന്ത്യൻ ചീഫ്സിൻ്റെ റെസിസ്റ്റൻസും, അതുപോലെ പ്രൊവിൻഷ്യൽ കിങ്ഡം ഒക്കെ റൈസ് ചെയ്തതും ഒക്കെ പറയുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ആ ഒരു രീതിയിൽ നമ്മൾ പഠിക്കണം. ഇതിനകത്തുനിന്ന് പഠിക്കുമ്പോൾ തന്നെ എന്തുകൊണ്ടാണ് ഡൽഹി സുൽത്താനത്തെ ഈ മംഗോൾസ് അറ്റാക്ക് ചെയ്തത്, നോബിൾസിനിടയിലുള്ള മെയിൻ കോൺഫ്ലിക്റ്റ് എന്തൊക്കെയായിരുന്നു, ആ ഒരു രീതിയിൽ വേണം പഠിക്കാൻ. 10ാമത്തെ ചാപ്റ്റർ നമുക്ക് എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദ മുഗൾ റൂളാണ്. ബാബർ ഇന്ത്യ ഇൻവേഡ് ചെയ്യാനുള്ള സർക്കംസ്റ്റാൻസസ് ഒക്കെ എന്തൊക്കെയായിരുന്നു, മുഗൾസിന് ഇന്ത്യൻ റൂളേഴ്സിനെതിരായിട്ടൊരു സക്സസ് ഉണ്ടാവാൻ കാരണം എന്തൊക്കെയായിരുന്നു, ഹുമയൂൺ ഫേസ് ചെയ്ത ചാലഞ്ചസ്, അങ്ങനെ തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് നമ്മൾ പഠിക്കണം. അതുപോലെ തന്നെ സെക്കൻഡ് അഫ്ഗാൻ എംപയർ ആയിരുന്നു ഷേർഷായുടെ നേതൃത്വത്തിലുണ്ടായിരുന്നത്, അല്ലേ? സെക്കൻഡ് അഫ്ഗാൻ എംപയറിനെ കുറിച്ച്, അക്ബർ തൊട്ട് ഔറംഗസേബ് വരെയുള്ള മുഗൾ എംപയറിനെ കുറിച്ച് ഓരോ റൂളേഴ്സിനെയും വെച്ചിട്ട് ജസ്റ്റ് ഒരു ഇൻഫർമേഷൻ, അക്ബറിൻ്റെ കാലഘട്ടം എങ്ങനെയായിരുന്നു, അത് കഴിഞ്ഞ ആരായിരുന്നു, അതെങ്ങനെയായിരുന്നു ആ കാലഘട്ടം എന്നൊക്കെ ഉള്ളതിനൊരു ഇൻഫർമേഷൻ നമുക്ക് ശരിക്കും ഉണ്ടാവണം. അപ്പോൾ അത്തരത്തിൽ വേണം ഈ ഒരു ചാപ്റ്റർ പഠിക്കാൻ. 12ാമത്തെ ചാപ്റ്റർ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം ആൻഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സിസ്റ്റം പ്രധാനമായിട്ടും സുൽത്താൻ, പിന്നെ നൊബിലിറ്റി, ഉലേമമാരുടെ ആ ഒരു ഫംഗ്ഷനും കാര്യങ്ങളും ഒക്കെ മസ്റ്റായിട്ടും ഇതിൽ നിന്ന് പഠിക്കണം കേട്ടോ. റിലീജിയസ് ഇൻ്റലക്ച്വൽ ഗ്രൂപ്പാണ് ഇവർ, റിലീജിയസ് ഇൻ്റലക്ച്വൽ ഗ്രൂപ്പ് ഓഫ് മുസ്ലിംസ്, അവരെയാണ് ഉലേമമാരെന്ന് വിളിക്കുന്നത്. അപ്പം ഉലേമമാരുടെ ഫംഗ്ഷൻ പരീക്ഷയ്ക്ക് കുറേ തവണ ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. പിന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ, നമുക്ക് ഏറ്റവും കൂടുതൽ MCQs ഫിൽ ഇൻ ദ ബ്ലാങ്ക്സിലൊക്കെ വരാറുള്ളതാണ്. ഈ വിസാറത്ത്, ദിവാൻ ഇ അർസ്, ദിവാനി ഇൻഷാ, ദിവാനി റസലത്ത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിപ്പാർട്ട്മെൻറ്റുകളൊക്കെ എന്തിന് ഫങ്ഷൻ ചെയ്യുന്നു, എന്താണ് അതിനകത്ത് കണക്ട് ചെയ്തിരിക്കുന്ന, ആരാണ് ഹെഡ് ചെയ്തിരിക്കുന്നത്, അങ്ങനെയുള്ള കാര്യങ്ങൾ പഠിച്ചോണം. പിന്നെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനും ഇക്ത സിസ്റ്റം, എന്താണ് ഇക്ത സിസ്റ്റം എന്ന് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കണം. ഇവരുടെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളത്. അലാവുദ്ദീൻ ഖിൽജിയുടെ മാർക്കറ്റ് റിഫോംസ് വീണ്ടും ഒരു ടോപ്പിക്കാണ് ഈ ചാപ്റ്ററിൽ വരുമ്പോൾ. അതുകൊണ്ട് മാർക്കറ്റ് റിഫോംസ് വിട്ട് പിടിക്കരുത്, മാർക്കറ്റ് റിഫോംസ് പഠിച്ചോണം. അതുപോലെ തന്നെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ പഠിക്കുമ്പോൾ എംപറർ, അതിൻ്റെ താഴെ വക്കീൽ ആൻഡ് വസീർ, ദിവാനി ഖുൽ, ഇതൊക്കെ നമുക്ക് വലിയൊരു എസ്സേയേക്കാളും ചെറിയ ചെറിയ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സുമായിട്ട്
വൺ വേർഡും ഒക്കെയാണ് വരുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു പോസ്റ്റ് അല്ലെങ്കിൽ ആ ഒരു പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത്, എന്തിന് റെസ്പോൺസിബിൾ ആണ്? ഇപ്പം മിർബക്ഷി, സാദർ ഉസാദർ, മിർസമൻ. അപ്പോൾ ഈ പോസ്റ്റ് കൊണ്ട് എന്തിനുള്ളതാണ്? ഇപ്പം മന്ത്രിയാണ് അല്ലെങ്കിൽ സൈന്യത്തിൻ്റെ മേധാവിയാണ്, അപ്പോൾ അത് ഹെഡ് ചെയ്യുന്ന ഇന്ന ആളാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ അതിനെ പഠിക്കണം. പിന്നെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷനും ലോക്കൽ അഡ്മിനിസ്ട്രേഷനും ഈ ഒരു കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് മൻസബ് സിസ്റ്റമാണ്. മൻസബ് സിസ്റ്റം അതുപോലെ തന്നെ വെരി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് ജാഗീർ സിസ്റ്റം എന്നൊക്കെ പറയുന്നത്. മൻസബ് ജാഗീർ എന്താണെന്നുള്ളത് നന്നായിട്ട് പഠിച്ചോണം. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് സ്ട്രക്ചർ അണ്ടർ ദ മറാത്താസിൻ്റെ കാലഘട്ടത്തിലെ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു, അവരുടെ പ്രൊവിൻഷ്യൽ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയായിരുന്നു എന്നും കൂടി ഈ ചാപ്റ്ററിൽ പഠിക്കണം. അതായത് ഈക്വൽ ഇമ്പോർട്ടൻസ് ഉണ്ട് മറാത്ത അഡ്മിനിസ്ട്രേഷന് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അതും മസ്റ്റായിട്ട് നോക്കി പോകേണ്ടതാണ്. 14ാമത്തെ ചാപ്റ്ററിൽ കൾച്ചറൽ ഡെവലപ്മെൻറ്റ്സ് ഇൻ മെഡീവൽ ഇന്ത്യ ആണ്. ഈ ചാപ്റ്ററിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ കിടക്കുന്നത് സൂഫിസവും ഭക്തി പ്രസ്ഥാനവും. അതുപോലെ സൂഫിസം പഠിക്കുമ്പം സിൽസിലകൾ ഏതൊക്കെയാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ് പഠിക്കണം. ഭക്തി മൂവ്മെൻറ്റിനെ കുറിച്ച് പഠിക്കണം. അതുപോലെ തന്നെ സിക്കിസവും ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. പിന്നെ ഈ ഒരു കാലഘട്ടത്തിലെ മ്യൂസിക്കും പെയിൻറ്റിങ്സും ഒക്കെ ഉണ്ട്. എന്നാലും ഭക്തി പ്രസ്ഥാനവും സൂഫി പ്രസ്ഥാനവുമാണ് വെരി ഇമ്പോർട്ടൻ്റ് ടോപ്പിക്സ് എന്ന് നമുക്ക് പറയാനുള്ളത്. പിന്നെ 16ാമത്തെ ചാപ്റ്റർ ഉറപ്പായിട്ട് നമുക്ക് നല്ലൊരു സ്കോർ കിട്ടുന്ന തരത്തിൽ പഠിക്കാവുന്ന ഒരു ചാപ്റ്ററാണ് 16ാമത്തെ ചാപ്റ്റർ, എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ ടിൽ 1857. ഈ ഒരു ചാപ്റ്ററിൽ പ്രധാനമായിട്ടും യൂറോപ്യൻ്റെ ആ ഒരു ഇൻവേഷൻ ഒക്കെ എങ്ങനെയായിരുന്നു, അതുപോലെ തന്നെ ബാറ്റിൽ ഓഫ് ബക്സാർ പഠിക്കണം. ബക്സാർ യുദ്ധങ്ങളെക്കുറിച്ച് പഠിക്കണം, ആരൊക്കെ തമ്മിലായിരുന്നു എന്നുള്ളത്. അതുപോലെ ബംഗാളിലെ ഡ്യുവൽ സിസ്റ്റം, അതായത് അഡ്മിനിസ്ട്രേഷൻ്റെ ഡ്യുവൽ സിസ്റ്റം. അത് കഴിഞ്ഞിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് നമ്മുടെ ഇവിടെ എന്തൊക്കെയായിരുന്നു കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റീവ് അപ്പാരറ്റസ് എന്നുള്ളത്. അപ്പോൾ ഞാൻ ഈ ഇംഗ്ലീഷ് ഹെഡിങ് പറയുമ്പോൾ പലപ്പോഴും പറയാറുണ്ട് മലയാളത്തിൽ പറഞ്ഞു തരുമോ. അതായത് നമ്മൾ ഇംഗ്ലീഷ് ഹെഡിങ് വെച്ചിട്ട് വേണം പഠിക്കാൻ എന്നുള്ളത് നിങ്ങൾക്ക് അറിയാമല്ലോ. നിങ്ങൾക്ക് ഇംഗ്ലീഷിലും ഹിന്ദിയിലും മാത്രമേ ഉള്ളൂ ക്വസ്റ്റ്യൻസ്. അപ്പം നിങ്ങൾ മലയാളത്തിൽ പഠിക്കുന്നവർ മലയാളത്തിലുള്ള കണ്ടൻറ്റ് ഇംഗ്ലീഷ് ഹെഡിങ് വെച്ചിട്ട് വേണം അത് മനസ്സിലാക്കാൻ കേട്ടോ. അപ്പം ഗ്രോത്ത് ഓഫ് കൊളോണിയൽ അഡ്മിനിസ്ട്രേറ്റീവ് അപ്പാരറ്റസ് പഠിക്കണം. അതുപോലെ തന്നെ ഇവിടുത്തെ ജുഡീഷ്യൽ ഓർഗനൈസേഷനൊക്കെ എങ്ങനെയാണെന്നുള്ളതൊക്കെ പഠിക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ ആ ബക്സാർ യുദ്ധങ്ങളും ഒക്കെ ഒന്ന് പഠിച്ച് അത്തരത്തിൽ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് നമുക്ക് കവർ ചെയ്ത് വിടാൻ പറ്റും. പിന്നെ 18ാമത്തെ ചാപ്റ്റർ സോഷ്യൽ ചേഞ്ചസ് ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നിന്ന് ബ്രിട്ടീഷ് കൾച്ചറൽ പോളിസീസ്, അതുപോലെ തന്നെ സോഷ്യോ റിലീജിയസ് റിഫോംസ് എന്തൊക്കെയാണ് നടന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മസമാജം ആരാണ് സ്ഥാപിച്ചത്, എന്താണ് ഉദ്ദേശം, അതുപോലെ തന്നെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആരാണ്, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, രാമകൃഷ്ണ മിഷൻ്റെ ഉദ്ദേശം എന്തൊക്കെയായിരുന്നു, വെസ്റ്റേൺ ഇന്ത്യയിൽ നടന്ന റിഫോം മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, ആര്യസമാജം ആര് സ്ഥാപിച്ചു, എന്തിനു സ്ഥാപിച്ചു, അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന റിഫോം മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്. പിന്നെയാണ് നമുക്ക് നല്ല ഒരു സ്കോർ വരുന്നുണ്ട് ചാപ്റ്റർ 19 പോപ്പുലർ റെസിസ്റ്റൻസ് ടു കമ്പനി റൂൾ. ഈ പോപ്പുലർ റിവോൾട്ടുകളൊക്കെ ഉണ്ടാവാനുള്ള സാഹചര്യങ്ങൾ പഠിക്കണം. അതുപോലെ തന്നെ ആ കാലഘട്ടത്തിൽ പെസൻ്റ് അപ്രൈസിങ്സും ട്രൈബൽ അപ്രൈസിങ്സും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ റീസൺ എന്താണ്, അവരങ്ങനെ പെസൻസ് ആണെങ്കിലും ട്രൈബ്സ് ആണെങ്കിലും ഒക്കെ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്കെതിരെ തിരിയാനുള്ള കാരണം എന്താണ്, അതുപോലെ തന്നെ ഏർലി റെസിസ്റ്റൻസിൻ്റെയൊക്കെ നേച്ചറും സിഗ്നിഫിക്കൻസും എന്തൊക്കെയാണ് പഠിച്ചിട്ട് ഏറ്റവും കൂടുതൽ തവണ റിപ്പീറ്റ് വന്നിട്ടുള്ള ഏറ്റവും കൂടുതൽ മാർക്കിന് വന്നിട്ടുള്ള ചോദ്യമാണ് 1857 റിവോൾട്ട്. അതിൻ്റെ കോസസ് ആൻഡ് കോഴ്സസ് പഠിക്കണം. അതായത് റിവോൾട്ട് ഉണ്ടാവാനുള്ള റീസൺ, ആ റിവോൾട്ടിൻ്റെ ഒരു കോഴ്സ് എങ്ങനെയായിരുന്നു എന്നുള്ളത്. പിന്നെ റിവോൾട്ടിൻ്റെ കോൺസിക്വൻസ് പഠിക്കണം. എപ്പോഴും ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. അത് ഉത്തരം സഹിതം ആ പുസ്തകത്തിൽ ഉള്ള 49ാമത്തെ പേജിൽ കോസസ് ഓഫ് ദി ഫെയിലിയർ ഓഫ് ദ റിവോൾട്ട്. ഈ 1857 റിവോൾട്ട് ഒരു ഫെയിലിയർ ആവാനുണ്ടായ കാരണം അത് പഠിക്കണം. അതുപോലെ റിവോൾട്ടിൻ്റെ സിഗ്നിഫിക്കൻസ് ഉണ്ട്, പക്ഷെ
ആ സിഗ്നിഫിക്കൻസിനേക്കാൾ നമ്മളോട് എപ്പോഴും ചോദിക്കുന്നത് ഇതിൻ്റെ പരാജയ കാരണമാണ്. അപ്പോൾ അത് പഠിച്ചു വെക്കണം കേട്ടോ. പിന്നെ 18ാമത്തെ ചാപ്റ്റർ സോഷ്യൽ ചേഞ്ചസ് ഇൻ മോഡേൺ ഇന്ത്യ എന്ന് പറയുന്ന ചാപ്റ്ററാണ്. ആ ചാപ്റ്ററിൽ നിന്ന് ബ്രിട്ടീഷ് കൾച്ചറൽ പോളിസീസ്, അതുപോലെ തന്നെ സോഷ്യോ റിലീജിയസ് റിഫോംസ് എന്തൊക്കെയാണ് നടന്നത്, അതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് മനസ്സിലാക്കേണ്ടത്. ബ്രഹ്മസമാജം ആരാണ് സ്ഥാപിച്ചത്, എന്താണ് ഉദ്ദേശം, അതുപോലെ തന്നെ ഈശ്വരചന്ദ്ര വിദ്യാസാഗർ ആരാണ്, അദ്ദേഹം എന്തൊക്കെ കാര്യങ്ങൾ ചെയ്തു, രാമകൃഷ്ണ മിഷൻ്റെ ഉദ്ദേശം എന്തൊക്കെയായിരുന്നു, വെസ്റ്റേൺ ഇന്ത്യയിൽ നടന്ന റിഫോം മൂവ്മെൻറ്റ്സ് ഏതൊക്കെയാണ്, ആര്യസമാജം ആര് സ്ഥാപിച്ചു, എന്തിനു സ്ഥാപിച്ചു, അതുപോലെ തന്നെ മുസ്ലിങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന റിഫോം മൂവ്മെൻറ്റ്സ് എന്തൊക്കെയാണ്, അതുപോലെ ഇന്ത്യയിലെ വെസ്റ്റേൺ എഡ്യൂക്കേഷൻ്റെ റൈസ് ഓഫ് വെസ്റ്റേൺ എഡ്യൂക്കേഷൻ ഇൻ ഇന്ത്യ, പിന്നെ മെക്കാളെ കമ്മിറ്റിയെക്കുറിച്ചൊക്കെ പഠിക്കണം. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ് വുഡ്സ് ഡിസ്പാച്ച് എന്ന് പറയുന്നത്. അതുപോലെ ഹണ്ടർ കമ്മീഷനൊക്കെ റിപ്പീറ്റ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങളാണ്. അതുപോലെ ഇന്ത്യയിലെ പ്രസ്സിൻ്റെ ഗ്രോത്തിനെ കുറിച്ച് പഠിക്കണം കേട്ടോ. അതിനകത്ത് തന്നെ നമ്മൾ വെർനാക്കുലർ പ്രസ് ആക്ടിനെ കുറിച്ച്, എന്താണ് വെർനാക്കുലർ പ്രസ് ആക്ട് എന്ന് പഠിക്കണം. 20ാമത്തെ ചാപ്റ്റർ നാഷണലിസമാണ്. നാഷണലിസം പഠിക്കുമ്പം ഓഫ് കോഴ്സ് നാഷണലിസം എന്താണെന്നുള്ളൊരു മീനിങ് പഠിച്ചു വെക്കുക. അതുപോലെ നാഷണലിസത്തിന് പല പിരിവുകളും ഉണ്ട്. എന്താണ് കൾച്ചറൽ നാഷണലിസം, എന്താണ് എക്കണോമിക് നാഷണലിസം, അതുപോലെ എന്താണ് റിലീജിയൻ ആൻഡ് നാഷണലിസം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് ഈ ഒരു ചാപ്റ്ററിൽ നിന്ന് പഠിക്കേണ്ടത്. 21ൽ ഇന്ത്യൻ നാഷണൽ മൂവ്മെൻ്റ് ആണ് പഠിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് സ്വദേശി പ്രസ്ഥാനം, അതുപോലെ തന്നെ ബോയ്ക്കോട്ട്, സ്വദേശി ആൻഡ് ബോയ്ക്കോട്ട്, ഇതൊക്കെ എക്സ്ട്രീമിസ്റ്റ് പൊളിറ്റിക്സിൻ്റെ ഭാഗമായിരുന്നു. അപ്പോൾ എന്തൊക്കെയാണ് ഈ സ്വദേശി പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ, അതുപോലെ തന്നെ ഇന്ത്യയിലും എബ്രോഡും ഒക്കെ ആയിട്ട് നടന്നിട്ടുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടിയിട്ട് നടന്നിട്ടുള്ള റെവല്യൂഷണറി മൂവ്മെൻറ്റുകളെക്കുറിച്ചും, അതുപോലെ തന്നെ ഹോം റൂൾ മൂവ്മെൻറ്റ് എന്താണ്, അതുപോലെ തന്നെ ഗാന്ധിയൻ മാസ് മൂവ്മെൻറ്റ് കൊണ്ട് എന്താണ്, ഗാന്ധിജിയുടെ ആ ഒരു വരവിന് ശേഷം എന്തൊക്കെ മാറ്റങ്ങളാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൽ ഉണ്ടായത്, അതുപോലെ തന്നെ നോൺ വയലൻ്റ് നോൺ കോപ്പറേഷൻ മൂവ്മെൻറ്റുകളുടെ പ്രത്യേകത, അതുപോലെ ബോയ്ക്കോട്ട് ഓഫ് സൈമൺ കമ്മീഷനും സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റും ഒക്കെ ഈ ചാപ്റ്ററിൽ നിന്ന് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ്. 23ാമത്തെ ചാപ്റ്റർ വേൾഡ് വാർ ഫസ്റ്റും റഷ്യൻ റവല്യൂഷനും ആണ്. റീസൺസ് ആണ് മെയിനായിട്ടും ഇതിൽ നിന്ന് പഠിക്കേണ്ടത്. വേൾഡ് വാർ ഫസ്റ്റും അതുപോലെ റഷ്യൻ റവല്യൂഷനും ഉണ്ടാകാനുള്ള റീസൺ, അതുപോലെ തന്നെ വേൾഡ് വാർ ഫസ്റ്റിലാണെങ്കിൽ ഏതൊക്കെ രാജ്യങ്ങളായിരുന്നു, റഷ്യൻ റവല്യൂഷൻ ഉണ്ടാകാനുള്ള കാരണം എന്തായിരുന്നു, ഇയർ പഠിക്കണം. അപ്പോൾ അതൊക്കെയാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പം റവല്യൂഷൻ തന്നെ ആണെങ്കിൽ അതിൻ്റെ സ്റ്റേജസ്, വാർ ആണെങ്കിൽ അതിൻ്റെ ഒരു കോഴ്സ് ഓഫ് വാർ, അതുപോലെ തന്നെ പോളിസീസ് ആൻഡ് ഇമ്പാക്റ്റ് ഓഫ് ദ റവല്യൂഷൻ, അതൊക്കെ ശ്രദ്ധിച്ച് പഠിക്കുക എന്നുള്ളതാണ് ഈ ചാപ്റ്ററിൽ നിന്നും നമ്മൾ പ്രധാനമായിട്ടും ചെയ്യേണ്ടത്. 24ാമത്തെ ചാപ്റ്ററിൽ വേൾഡ് വാർ ഫസ്റ്റിന് ശേഷം, അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാർ തുടങ്ങുന്നതിന് ഇടയ്ക്കുള്ള ആ ഒരു സമയം എങ്ങനെയായിരുന്നു അത് പഠിക്കണം. ആ സമയത്ത് കുറേ ട്രീറ്റുകൾ കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പ്രധാനമായിട്ടും ട്രീറ്റി ഓഫ് വേഴ്സാലിസ് പരീക്ഷയ്ക്ക് റിപ്പീറ്റ് ആയിട്ടുള്ള ചോദ്യമാണ്, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഈ വേൾഡ് വാർ നടന്നതിന് ശേഷം, ഫസ്റ്റ് വേൾഡ് വാറൊക്കെ നടന്നതിന് ശേഷം യൂറോപ്പിൻ്റെ ആ ഒരു മാപ്പ് തന്നെ ചേഞ്ചായി. അപ്പോൾ അതിലെന്താണ് വ്യത്യാസം ഉണ്ടായതെന്നൊക്കെ ഒന്നാണ് മനസ്സിലാക്കേണ്ടത്. അതുപോലെ റൈസ് ഓഫ് ടോട്ടാലിറ്റേറിയൻ റെജിംസ്, അതായത് ഇപ്പം ഇതിനകത്ത് നമ്മൾ ഫാസിസവും നാസിസവും ഒക്കെ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഫാസിസം നാസിസം ഒക്കെ നിങ്ങൾ എന്താണ്, ഫാസിസം നാസിസം ഉറപ്പായിട്ടും പരീക്ഷയ്ക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യങ്ങളാണ്. അഗ്രഷൻ ആൻഡ് അപ്പീസ്മെൻറ്റ് മസ്റ്റായിട്ടും വായിക്കണം. അതായത് ജപ്പാൻ്റെ മഞ്ചൂരിയൻ ആക്രമണം, ഇറ്റലി എത്യോപ്യ ടേക്ക് ഓവർ ചെയ്തത്, നാസി ജർമ്മനിയുടെ എക്സ്പാൻഷൻ, അങ്ങനെ തുടങ്ങി വേൾഡ് വാറിൻ്റെ ആ ഒരു പാർട്ട് പഠിക്കുമ്പോൾ വിട്ടുപോകരുതാത്ത ഏരിയ ആണത് കേട്ടോ. 25ാമത്തെ ചാപ്റ്ററിൽ നിങ്ങൾ കോൾഡ് വാർ എന്താണെന്ന് മസ്റ്റായിട്ടും പഠിക്കണം. കോൾഡ് വാർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്, അതുപോലെ കോൾഡ് വാറിൻ്റെ ഡിഫറെൻറ്റ് ഫേസസ് പഠിച്ചാൽ മതി ഇതിനകത്തുനിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കേട്ടോ. 28 കൾച്ചറൽ ചേഞ്ച് ഇൻ ദി 20th സെഞ്ച്വറിയാണ് പറയുന്നത്. അപ്പം 28ാമത്തെ ചാപ്റ്ററിൽ എന്തൊക്കെ കൾച്ചറൽ ചേഞ്ചസ് കാര്യങ്ങളൊക്കെയാണ് ഇന്ത്യയിൽ ഉണ്ടായത്, സയൻസ് ആൻഡ് ടെക്നോളജി ഫീൽഡിൽ എന്ത് ചേഞ്ച് ഉണ്ടായി, ആർട്സ് ആൻഡ് ലിറ്ററേച്ചറിൽ എന്ത് ചേഞ്ച് ഉണ്ടായി, ഫിലോസഫി ആൻഡ് ഹ്യൂമൻ സയൻസ്. അപ്പം മൊത്തത്തിൽ എന്തൊക്കെ കാര്യങ്ങൾ ചേഞ്ച് ഉണ്ടായി എന്നുള്ള ഒരു ഐഡിയ ആണ് ഇവിടെ നമുക്ക് വേണ്ടിയത്. അതായത് ഈ ബ്രിട്ടീഷ് ഭരണത്തിനുമൊക്കെ ശേഷം 20th സെഞ്ച്വറിയിൽ എന്തൊക്കെ ചേഞ്ച് ഉണ്ടായി. അടുത്ത ചാപ്റ്റർ നമുക്ക് ഏർലി സ്റ്റേറ്റ്സ് ആണ്, 30ാമത്തെ ചാപ്റ്റർ. ഏർലി സ്റ്റേറ്റ്സ് ഇവിടെ പറയാനുണ്ടായ കാരണം ഇത് ഓപ്ഷണൽ ഏരിയ ആണ്, പക്ഷെ നമുക്ക് ഏറ്റവും നല്ല രീതിയിൽ പഠിക്കാൻ പറ്റുന്നത് ഈ ഒരു ഏരിയയിൽ നിന്നാണ്.
കാരണം കുറച്ചുകൂടി നമ്മൾ ആദ്യത്തെ ആ ഒരു ചാപ്റ്ററുകളൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, ആ ഒരു ഭാഗത്തു നിന്ന് ഒരു കണക്ഷൻ നമുക്ക് കിട്ടുന്നത് ഈ ഭാഗത്തു നിന്നൊക്കെയാണ്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നിങ്ങൾ കിൻഷിപ്പ് എങ്ങനെ ഗ്രൗണ്ട് ചെയ്തു, അതുപോലെ തന്നെ മഹാജനപദങ്ങൾ എന്താണെന്ന് പഠിക്കണം കേട്ടോ. മഹാജനപദങ്ങൾ, അത് 16 മഹാജനപദങ്ങളുണ്ട്. 16 മഹാജനപദങ്ങൾ, അതുപോലെ എങ്ങനെയായിരുന്നു മൗര്യൻ സ്റ്റേറ്റ്, എങ്ങനെയായിരുന്നു മൗര്യൻ ബ്യൂറോക്രസി, പോസ്റ്റ് മൗര്യൻ സ്റ്റേറ്റ്സ്. നമ്മളത് ഓൾറെഡി ആ ഭാഗത്തുനിന്ന് പഠിച്ച അനാലിസിസ് കഴിഞ്ഞിരിക്കുന്നത് കൊണ്ട് നമുക്ക് ഇവിടുന്ന് ഒരുപാടൊന്നും അങ്ങനെ പഠിക്കാനില്ല. ജസ്റ്റ് ഒന്ന് വായിച്ച് ചുമ്മാ ഒന്ന് പോയി കഴിഞ്ഞാൽ എളുപ്പമാണ്. അതുപോലെ തന്നെ ഗുപ്ത എംപയർ എങ്ങനെയാണ് എക്സ്പാൻഡ് ചെയ്തത്, അവരുടെ ആ ഒരു ഭരണത്തിൻ്റെ രീതി, അവരുടെ അഡ്മിനിസ്ട്രേഷൻ, അതുപോലെ പോസ്റ്റ് ഗുപ്ത ഇന്ത്യൻ പൊളിറ്റി എങ്ങനെയായിരുന്നു, അതുപോലെ ചോള അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണെന്നുള്ളതാണ് എക്സ്ട്രാ നമ്മൾ ഇതിനകത്തുനിന്ന് പഠിക്കുന്നത്. ചോള സാമ്രാജ്യം എങ്ങനെയായിരുന്നു എന്നുള്ളത്, ചോള അഡ്മിനിസ്ട്രേഷൻ എങ്ങനെയാണ് ഡെവലപ്പ് ചെയ്തത് എന്നുള്ള രീതിയിൽ. അപ്പം അതാണ് ഈ ഒരു ചാപ്റ്ററിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ചാപ്റ്റർ 31 മെഡീവൽ സ്റ്റേറ്റ് ആണ്. ഇവിടെ നമ്മൾ ഡൽഹി സുൽത്താനകത്തെക്കുറിച്ച്, ഡൽഹി സുൽത്താനകത്തിനകത്ത് വരുന്ന ഖൽസി, തുഗ്ലക്ക്, അതൊക്കെ നിങ്ങൾ പഠിക്കണം. അത് ആ ഭാഗത്ത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ ഒരു വലിയ പ്രശ്നമുള്ളൊരു കാര്യമല്ല. അതുപോലെ മുഗൾ സാമ്രാജ്യത്തിൻ്റെ ഭരണം എങ്ങനെയായിരുന്നു, അവരുടെ ഭരണ രീതിയും അവരുടെ ആ ഒരു റോയൽ കോർട്ടിനെ കുറിച്ച്, അതുപോലെ തന്നെ നൊബിലിറ്റി, മുഗൾ സാമ്രാജ്യത്തിൽ നിലനിന്നിരുന്ന നൊബിലിറ്റിയെക്കുറിച്ച്, അവരുടെ പ്രൊവിൻഷ്യൽ അഡ്മിനിസ്ട്രേഷൻ, ഇക്ത, ജാഗീർ, മൻസബ്, ഇതൊക്കെ ഓൾറെഡി അവിടെ പഠിച്ചു പോകുന്ന ഭാഗമല്ലേ. പിന്നെ അവരുടെ ടാക്സേഷൻ, ആർമി, കറൻസി സിസ്റ്റം, ഇതൊക്കെ ആ ഭാഗത്ത് വായിച്ചതാണ്. അതുകൊണ്ട് ഇവിടെ പുതിയൊരു കാര്യമല്ല, ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്യേണ്ട ഒരു ആവശ്യം മാത്രമേ ഈ ഒരു ഏരിയയിൽ നിന്ന് വരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഈ ഒരു ഓപ്ഷൻ ആയിരിക്കും കുറച്ചും കൂടി നല്ലത് എന്ന് ഞാൻ പറഞ്ഞത്. 32ാമത്തെ ചാപ്റ്റർ കൊളോണിയൽ സ്റ്റേറ്റ് ആണ്. അപ്പോൾ നമ്മൾ ബ്രിട്ടീഷുകാരുടെ വരവും സ്വാതന്ത്ര്യ സമരത്തെക്കുറിച്ചും ഒക്കെ പഠിച്ചിട്ടുള്ളതാണ്. അതുകൊണ്ട് ആ ഭാഗം അത്ര പാടുള്ള ഒരു കാര്യമേ അല്ല. അതായത് കൊളോണിയൽ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, കൊളോണിയൽ സ്റ്റേറ്റിൻ്റെ നേച്ചർ എന്താണ്, അവരുടെ ഒബ്ജക്റ്റീവ്സ്, കോളനി ഭരണത്തിൻ്റെ ഒബ്ജക്റ്റീവ്സ് എന്തൊക്കെയാണ്, അതുപോലെ തന്നെ അവരുടെ ആ ഒരു ഫോംസ് ഓഫ് ലെഗിറ്റിമസി ഇവിടുന്ന് ഒന്ന് കാര്യമായിട്ടൊന്ന് വായിക്കേണ്ടതായിട്ട് വരും. അതുപോലെ കൊളോണിയൽ കൺട്രോളിൻ്റെ ആ ഒരു ബിഗിനിങ്ങും ഒക്കെ, അതൊക്കെ ആ ഭാഗങ്ങളിൽ നമ്മൾ കവർ ചെയ്യുന്നത് തന്നെയാണ്. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഒരു വായന, ഒരു അനാലിസിസ് മാത്രമാണ് നടക്കുന്നത്. നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റും. കൊളോണിയൽ അപ്പാരറ്റസ്, അത് നമ്മൾ അവിടെ ആ ഭാഗത്ത് വായിച്ചതാണ്. അതുപോലെ തന്നെ കൊളോണിയൽ സ്റ്റേറ്റിൻ്റെ അണ്ടറിൽ ഇന്ത്യയിലുണ്ടായ ചേഞ്ചസിനെ കുറിച്ച് ഒക്കെ. അപ്പോൾ ഈ ഭാഗങ്ങളൊക്കെ അത്രയും ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ തന്നെ നമുക്ക് ഈ ഭാഗങ്ങളും ആദ്യത്തെ ഭാഗങ്ങളും കൂടി, അതായത് ആ ബ്രിട്ടീഷുകാർ വന്ന ആ ഒരു ഭാഗമൊക്കെ കണക്ട് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നന്നായിട്ട് സ്കോർ ചെയ്യാനും പറ്റും. കാരണം ഓപ്ഷണൽ ഭാഗത്തു നിന്നും ചോദിക്കും, അല്ലാതെ ആയിട്ട് ആ ചാപ്റ്റർ വൈസ് ആയിട്ടും ചോദിക്കും, ഒരേ ടോപ്പിക്ക് തന്നെ. അങ്ങനെയുള്ള ഒരു അഡ്വാൻറ്റേജ് ഈ ഓപ്ഷണൽ എടുത്താലുണ്ട്. അതാണ് പ്രത്യേകത. അപ്പോൾ ഓരോ ചാപ്റ്റേഴ്സിൽ നിന്നും എന്തൊക്കെയാണ് പഠിക്കേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഈ ഒരു രീതിയിൽ പഠിക്കുക. ഇനിയും നോക്കാത്ത ഭാഗങ്ങളുണ്ടെങ്കിൽ, ഇത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ആ ഭാഗങ്ങൾ കൃത്യമായിട്ടും ഒന്ന് മാർക്ക് ചെയ്ത് പഠിക്കുക എന്നുള്ളതാണ് ഇനി ചെയ്യാൻ പറ്റുന്ന കാര്യം. നമുക്ക് കുറച്ചും കൂടി സമയമുണ്ട് അല്ലേ. അപ്പോൾ കുറച്ചും കൂടി സമയമുണ്ടെന്ന് പറയുന്നത് ഏറ്റവും വിലപ്പെട്ട നിമിഷങ്ങളാണ്. പെട്ടെന്ന് വായിക്കാനുള്ളൊരു സമയം നമുക്കുണ്ട്. അപ്പോൾ അതൊന്ന് മാക്സിമം വിനിയോഗിക്കുക. താങ്ക്